ഹായ് ഹലോ സൺ സൂര്യ കോമിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഇപ്പ ശരിയാത്തരാവിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കോഴിക്കോടിന്റെ മണ്ണിലാണ്. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ കുട്ടികൾ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഇന്ന് ഫൺ ആവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഒട്ടും തന്നെ വൈകിട്ട് നമുക്ക് ആ ഒരു എപ്പിസോഡിലേക്ക് പോവാം. തമ്പുരാനെന്ന് വിളിച്ച നാവ് കൊണ്ട് തന്നെ ചെറ്റെ എന്ന് വിളിപ്പിക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു ഡയലോഗ് കേൾക്കാത്ത മലയാളികൾ കാണത്തില്ല. ആറാം തമ്പുരാൻ എന്ന് പറയുന്ന അതിമനോഹരമായ സിനിമയിൽ ലാലേട്ടൻ, അതായത് ജഗന്നാഥൻ കൊളപ്പുള്ളി അപ്പനോട് പറയുന്ന ഡയലോഗാണ്. അത് നമ്മുടെ കോഴിക്കോട്ടെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ നമ്മളോട് എങ്ങനെ പറയുമെന്ന് നമുക്ക് നോക്കാം. ഫൺ ഉണ്ടാവുന്നതിൽ ഒരു സംശയമില്ല. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കോഴിക്കോടിന്റെ നല്ലൊരു സ്വീകരണത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്. പിള്ളേരൊക്കെ പവർ കാണുമ്പോഴത്തേക്കിനും നമ്മൾ ഈ പഠിപ്പിച്ചു കൊടുത്ത ഡയലോഗുകളൊക്കെ സെറ്റ് ആക്കും എന്നുള്ള സംശയമില്ല. പക്ഷെ ആദ്യമായിട്ട് നമുക്ക് ഒരാളെ വിളിക്കണം അല്ലെ? ഈ കൂട്ടത്തിൽ നിന്ന് ആദ്യമായിട്ട് വരാൻ ധൈര്യമുള്ള ആരുണ്ട്? കടന്നു വരൂ, ഞാൻ വിളിക്കുന്നില്ല, കയറി വരൂ, പേര് പറയൂ. ആരാണ്? അക്ഷയ്, കയറി വരൂ. അക്ഷയ് ധൈര്യത്തോടെ ആദ്യം വന്നു. അതെ. എന്ത് പറ്റി? ഒന്നുമില്ല, വെറുതെ പഠിച്ചത് കൊണ്ടുള്ള കോൺഫിഡൻസ് ആണോ? പഠിച്ചോളൂ, ജസ്റ്റ് വന്ന് നമ്മൾ ആ ഒരു പവർ കാണിക്കണം. അതെ, പവർ കാണിക്കും. അതെ, പവറായിട്ട് വന്നു കഴിഞ്ഞാൽ പവറായിട്ട് തന്നെ നമ്മുടെ പരിപാടികൾ നടക്കുമോ? ഓ, നടക്കും. ഉറപ്പ്. എവിടെ നിന്ന് വരുന്നു? ഞാൻ ഇവിടെ കാലിക്കറ്റ് ആണ്. കക്കോടി അറിയും? കക്കോടി പൊളിക്ക് നമ്മള് പൊളിച്ച്. ഓക്കെ, നമുക്ക് ഇറങ്ങിട്ട് വന്നാലോ? ഒരു സ്റ്റാർട്ട് വരട്ടെ? ഓ, സെറ്റ്. 3, 2, 1 ആക്ഷൻ. തമ്പുരാൻ എന്ന് വിളിച്ച അതേ പേര് തന്നെ പോയി. തമ്പുരാൻ എന്ന പേരുള്ള ആളെ പോയി. പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ആ പവർ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ച പവർ വരുമെന്ന്. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റെ എന്ന് വിളിച്ചതിൽ മനസ്താപമുണ്ട്. എടോ പപ്പ. എന്നെ വിളിച്ചോ അങ്കിൾ? ഒന്നുകൂടെ വിളി. എടോ പപ്പ. ഒന്നുകൂടെ വിളിക്കൂ. എടോ പപ്പ. എന്താ കുഞ്ഞെ വിശേഷിച്ച്? അങ്കിൾ ആട്ടിയെ കൂടെ ഒന്ന് വിളിക്കണം, പറയാം. തങ്കം തങ്കം നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന്. എടോ അപ്പൻ എന്ന് പേരുള്ള തേടുള്ള ചെറ്റെ, താൻ ആരോടോ നാട്ടുരാജാവ്? ബാക്കി എന്തായിരുന്നു? ആ പവർ ഉണ്ടെങ്കിൽ പോയി. തന്റെ ഈ കളരിയും മർമ്മവിദ്യകളൊക്കെ ഇവിടുത്തെ പാവ പിള്ളേരെ അടുത്ത് ചെലവാകും. ഇതാള് വേറെയാ. കളി ഒരുപാട് കണ്ടുപിള്ളാണ് ജഗന്നാഥ്. മനസ്സിലായോ? ഇല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊന്നും വേണ്ട. കളി ഒരുപാട് കണ്ടുള്ളവരാണ് ഞാൻ. കൊടിയേറ്റം നടത്തിയെങ്കിലും ഇവിടെ അല്ല, കൊടിയേറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ പരിപാടി ഞാൻ നടത്തും. ഏത് പരിപാടി? അയാളാള് പെശക വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ. നോക്കി കണ്ടുമൊക്കെ നടന്നോണം. ഉത്സവം ഇവിടെ നടക്കും ജഗന്നാഥ്. തന്റെ അപ്പൂപ്പന്റെ കുഴിമാടത്ത് നിന്ന് മാന്തിട്ട് എന്ത് മാന്തി? ശവോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. തന്റെ അപ്പൂപ്പന്റെ കുഴിമാടം മാന്തിട്ട് അതിനകത്തൊന്നുണ്ട്. എന്തത് അവിടെ എന്താ എടുത്തത്? ഇത് നരസിംഹമല്ല, തിരുവാഭരണ പെട്ടി, സ്വർണത്തിന്റെ പെട്ടി. സാധനം ഞാൻ ഇവിടെ കൊണ്ടുവരും. ഏത് സാധനം? മറ്റേ ആമാട പെട്ടി അല്ല, മറ്റേ പെട്ടി. പെട്ടിയോ? സ്വർണ്ണോ? ആ സാധനത്തിന് പേര് ചെമ്പ്. ആഭരണ പെട്ടി ഇവിടെ കൊണ്ടുവരും ജഗന്നാഥ്. ആഭരണ പെട്ടിയാ? ആമാട പെട്ടി. അതുള്ളൂ. നീയുണ്ട് അത്രേ പഠിച്ചുള്ളൂ. ഒന്നും തലേ കയറിയില്ലാന്ന് വെച്ചാൽ എന്നാ ചെയ്യാൻ പറ്റും? ഞാനിപ്പോ വരാൻ കേട്ടോ. ഒരു സ്റ്റാർട്ട് വരട്ടെ. എത്ര ചെയ്യാമോ? 3, 2, 1 ആക്ഷൻ. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റെ എന്ന് വിളിച്ചത് മനസ്താപമുണ്ട്. എടോ അപ്പൻ എന്ന് പേരുള്ള തേട ചെറ്റെ, താൻ ആരാടാ നാട്ടുരാജാവാ? തന്റെ മർമ്മവും കളരി. തന്റെ കളരിയും മർമ്മവിദ്യകളൊക്കെ ഇവിടുത്തെ പാവം ജനങ്ങളെടുത്ത് നടക്കും. ഇതാള് വേറെയാ. ഇവിടുത്തെ കൊടിയേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഉത്സവം ഞാൻ തന്നെ നടത്തും. തന്റെ അറയിലെ അപ്പൂപ്പന്റെ സ്വർണവും മറ്റേ ആമാടപ്പെട്ടിയൊക്കെ പുഴയിലൊഴിക്കണം. ഇത് ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ. തന്റെ അപ്പൂപ്പന്റെ അരയിലെ ആമാടപ്പെട്ടി, സ്വർണത്തിന്റെ ആമാടപ്പെട്ടിയും
ആ പെട്ടി നീ അടുത്തത് പറ, ബാക്കി തൊട്ട്. പുഴക്കരയിലെ വട്ടത്തറയിൽ തന്നെ ഞാൻ ഇവിടെ എത്തിക്കും. തന്നെ ഇവിടെ അല്ല അവിടെ. തന്നെ അവിടെ എത്തിക്കും പുഴക്കരയില്. താൻ എല്ലാ നാറിയ പരിപാടിയും കഴിക്കുന്ന എനിക്കറിയാം. കളിക്കുന്ന എനിക്കറിയാം. ഒന്നും നടന്നെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ട് ജഗന്നാഥ് നാട് വിട്ടുപോകും. ചെയ്ത സഹായങ്ങൾക്ക് നന്ദി. ഭൂമി വരേണ്ടതാണല്ലോ. നമുക്കിനി എവിടെയെങ്കിലും വെച്ച് കാണാം. ഗുഡ് ബൈ. പോ. ശബരി മാത്രമല്ല, ഒരാളൂടെ ഉണ്ടല്ലേ? ഒരു വർഷത്തിൽ 3 ആണ്. 3 പേരുണ്ട്. ഒരു പെങ്ങളുണ്ട്. ഇല്ല. ഓക്കെ ശബരി, നമുക്ക് ഇതും കൂടി തുടങ്ങാം. പവർ വരണം, ലാലേട്ടനോട് വന്ന് നിൽക്കണം. ഓക്കെ, 3, 2, 1 ആക്ഷൻ. തമ്പൂരാന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് ചെറ്റേന്ന് വിളിച്ചതിൽ മനസ്താവുമുണ്ട്. എനിക്ക് മനസ്താവുമുണ്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയല്ലോ. ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാൻ ഞാൻ എന്ത് തെറ്റ് രാമേട്ട? അപ്പനെന്ന് പേരുള്ള തേടെ ചെറ്റേ. ചെറ്റയ്ക്ക് എന്താ നിന്ന് പോയോ? താൻ ആരാടോ? നാട്ടുരാജാവോ? കളരിയും മർമ്മവിദ്യയും ഒക്കെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ അടുത്ത് നടക്കും. ഇവിടെ ഉത്സവം കൊടിയേറ്റ് അല്ല, ഇത് ആള് വേറെയാ. ജഗന്നാഥേ, ഈ സാധനം ഇത്ര കുരുത്തങ്കെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞു. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഇവിടെ ഉത്സവം നടത്താനും ഈ ജഗന്നാഥൻ അറിയാം. തന്റെ അറയിലെ അപ്പൂപ്പന്റെ കുഴി മാന്തിയിട്ട് കുഴിമാടപ്പെട്ടിയും. കുഴിമാടപ്പെട്ടിയോ? ഏതടാ ഈ കഴുത മോനൻ? ഒന്നും വിചാരിക്കരുത്, ചിറ്റയുടെ മോന്. ചിറ്റയുടെ മോൻ. തന്റെ അപ്പൂപ്പന്റെയോ അതിന്റെ ഉള്ളിലെയോ അപ്പൂപ്പന്റെ കുഴിമാടത്തിനുള്ളിലെ ചാമാടപ്പെട്ടി തന്നോടന്നെ എടുക്കാൻ എനിക്കറിയാം. തിരുവാഭരണ പെട്ടി തന്നോട് തന്നെ കൊണ്ടുവരാൻ എനിക്കറിയാം. തന്നോട് തന്നെ കൊണ്ടുവരാനോ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. പുഴക്കരയിലെ വട്ടത്തറയിൽ തന്നെ ഞാൻ കൊണ്ടുവരും തന്റെ നാറിയ കളികൾ. ഞാൻ പൂരിപ്പിക്കണോ ബാക്കിയൊക്കെ? അതിനിടയിൽ താൻ കളിക്കുന്ന നാറിയ കളികളൊക്കെ നടക്കുന്ന എനിക്കറിയാം. പക്ഷെ ഒന്നും നടന്നിടയിൽ വെട്ടിക്കൂട്ടിയിട്ട് കറി വെച്ച് തിന്നും. പച്ചക്ക് കൊത്തി പുഴയിൽ ഒഴുകും. പുഴയിൽ ഒഴുക്കാൻ ഇതെന്ത് പുഴയ്ക്കകത്ത് മീന് തീറ്റി കൊടുക്കുന്നു? പക്ഷെ ഒന്നും മറക്കണ്ട, തന്നെ പച്ചക്ക് കൊളുത്തിയിട്ട് ജഗന്നാഥൻ മണ്ണിട്ട് പോകും. അവിടെ നിന്ന് ചിരിക്കുന്ന ഒരു പാവം കൂട്ടുകാരൻ ഇവിടെ കിടന്ന് പെടയുമ്പോ അവിടെ നിന്ന് ചിരിക്കുന്ന ഞാൻ കണ്ട് എന്റെ കണ്ണുകൊണ്ട്. എന്താ പേര്? അനുശ്രീ. ഇവിടെ നിൽക്കി. പേരെന്താ? അനുശ്രീ. അനുശ്രീ ഏത് കോഴ്സാ പഠിക്കുന്നത്? HR. എവിടെ വീട്? വടേര. 3, 2, 1 ആക്ഷൻ. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് ചെറ്റയെന്ന് വിളിക്കുന്നത് മനസ്താവുമുണ്ട്. ഇങ്ങനെയൊക്കെ നിന്നിട്ടേ കൃതജ്ഞത പറയുക, പതുക്കെ അങ്ങനെയൊക്കെ മതി. ഇത് കൈ വിട്ടു പോയടാ. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് ചെറ്റയെന്ന് വിളിക്കുന്നത് മനസ്താവുമുണ്ട്. എടോ സത്യം, ഇത് വിളിച്ചത് എനിക്ക് നല്ല മനസ്താവം തോന്നുന്നുണ്ട് ഇപ്പൊ. എടോ, അപ്പൻ എന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ, താൻ ആരാടോ? നാട്ടുരാജാവോ? തന്റെ കളരിയും മർമ്മവിദ്യയും. ഇത് കേട്ടാൽ ആരായിട്ടും അമേരിക്കൻ തിരിച്ചപ്പോഴെങ്കിലും വരത്തില്ല, ഉറപ്പായിട്ടും വരത്തില്ല, അവിടെ തന്നെ നിൽക്കും. ബാക്കിയുള്ളവരുടെ ശ്വാസം മുട്ടി നിൽക്കുമ്പോഴും ഇളയപ്പൻ്റെ വീണവായന. അത് ഓക്കെ പോട്ടെ. ഇത് ഇത്രയും പറഞ്ഞ ഡയലോഗ് നിങ്ങളുടെ ഇവിടുത്തെ നിങ്ങളുടെ ഭാഷയിലൊന്ന് പറയോ? നാട്ടിൽ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയിലൊന്ന് പറയോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട്? തമ്പുരാൻ എന്ന് വിളിച്ച നാവ് കൊണ്ട് തന്നെ ചെറ്റെന്ന് വിളിക്കുന്നത് മനസ്താപമുണ്ട്. ഇതാണ് കോഴിക്കോട് ഭാഷ. അയ്യേ മിണ്ടാതിരിക്കടി, നീയൊക്കെ അനുഭവിക്കാൻ പോണോളൂടി. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റെന്ന് വിളിക്കുന്നത് മനസ്താപമുണ്ട്. അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ, താൻ ആരാടോ? നാട്ടുരാജാവോ? ഈ കളരിയും മർമ്മവിദ്യയും തരികട നമ്പറും ഈ പാവപ്പെട്ട ജനങ്ങളോട് നടക്കും. എന്റോടി നടക്കൂല. മനസ്സിലായി, സ്വന്തമായിട്ടൊക്കെ പറഞ്ഞ എന്നെ കൊണ്ട് നടക്കൂല. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ, മനസ്സ് നിറയിപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയുന്നോട്ട് പറയോ? നോക്കട്ടെ, ഒന്ന് ശ്രമിച്ചു നോക്ക്. ഉഷേ ഉഷസ്സിൽ ഉഷാറായി ഉണരണം. സ്പീഡിൽ പറയണം. ഉഷേ ഉഷസ്സിൽ ഉഷാറായി ഉണരണം. സ്പീഡിൽ പറ. ഉഷേ ഉഷസ്സിൽ ഉഷാറായി ഉണരണം. ഉഷേ ഉഷസ്സിൽ ഉഷാറായി ഉണരണം. സ്പീഡിൽ പറയണം. ഉഷേ ഉഷസ്സിൽ ഉഷാറായി ഉണരണം. ഇതെല്ലാവർക്കും പറയാം. മൂന്നാണ് പറഞ്ഞു വിട്ടേക്കാം. സ്പീഡിൽ പറയണം. ഉഷേ ഉഷസ്സിൽ ഉഷാറായി ഉണരണം. ഉഷേ ഉഷസ്സിൽ ഉഷാറായി ഉണരണം. ഉഷേ ഉഷസ്സിൽ ഉഷാറായി ഉണരണം. അത് സ്റ്റോപ്പായിട്ട് അങ്ങ് പറഞ്ഞ ഇമ്പോസിഷൻ എഴുതിയതുപോലെ. ഓക്കെ, എക്സലന്റ്. പേരെന്താ? അനുപമ. ഈ ഡയലോഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? കുറച്ച്. അപ്പൊ ഇത് ചെയ്യാം. ഓക്കെ, 3, 2, 1 ആക്ഷൻ. അപ്പനല്ലയോ? അയാൾക്ക് വിവരമില്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞു വെച്ച് നീ ഇത്തിരി കഞ്ഞിവെള്ളം എടുത്ത് കൊടുക്കണ്ട. അവൾക്ക് കാറും കളിക്കി കൊടുക്കും ഞാൻ. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് ചെറ്റെ എന്ന് വിളിക്കുന്നതിൽ മനസ്താപമുണ്ട്. അപ്പൻ എന്ന പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ,
താൻ ആരോടോ നാട്ടുരാജാവോ? കളരിയും മർമ്മവിദ്യകളും തരികിട പരിപാടികളും ഈ പാവപ്പെട്ട ജനങ്ങളെടുത്ത് നടക്കും. ഞാൻ വേറെ ആളാ അല്ലേ? അതെനിക്ക് മനസ്സിലായി. ഞാൻ കണ്ട ആളൊന്നുമല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ, ഈ ഇരിക്കുന്ന ഞാനില്ലേ, അത് ഞാനല്ല. ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. ഞാൻ ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാണ് ഞാൻ. കൊടിയേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉത്സവം നടത്താൻ ഈ ജഗന്നാഥൻ അറിയാം. ജഗന്നാഥൻ വന്നേ വരും കുറച്ച്. എൻ്റെ അറയിലോ അപ്പൻ്റെ കുഴിമാടത്തിലോ വെച്ചിട്ടുള്ള ആഭരണപ്പെട്ടി, ആമാടപ്പെട്ടി ഞാൻ വരുത്തിക്കും. ഇങ്ങനെ കൊറിയർ വഴിയാണോ? ചൂടാവരുത് കേട്ടോ. ഇത് കറക്റ്റായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കും, ഇത് കണ്ണൂർ ഭാഷയിൽ നമുക്കൊന്ന് കേൾക്കണം. ആഭരണപ്പെട്ടി വാങ്ങുന്നത് മാത്രം മേടിച്ചാൽ മതി. ഇത്രയും രീതിയിൽ വേണം. ഞാൻ വലിയ കളി കണ്ട ആളാണ്, ഞാൻ മെയിനാണ്, ഇതൊക്കെ പറയണം. നിങ്ങൾ കണ്ണൂർക്കാരെ എങ്ങനെ മേടിക്കും? അത് കൊടിയേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ആഭരണപ്പെട്ടി വാങ്ങി ഞമ്മക്കറിയാം. എക്സ്ക്യൂസ് മീ മാഡം. എന്താ വിളിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിഷ്ടായി. അവർക്ക് ഇഷ്ടാവോ എന്തോ. എന്താ പേര്? ഗായത്രി. എവിടുന്നാ വരുന്നേ? ഞാൻ മലപ്പുറം നിലമ്പൂർ അല്ലേ? അപ്പൊ നമുക്കിത് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിച്ചിട്ടില്ലെന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. എന്താ പഠിക്കാത്ത? ഇത്ര നേരം എല്ലാം പഠിച്ചില്ലേ? ഞാൻ കണ്ട് കൂട്ടുകാർ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ അവിടെ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ കണ്ട്. പോവാം, നമുക്ക് തുടങ്ങാം. ഓക്കെ, ആക്ഷൻ. തമ്പുരാനെന്ന് വിളിച്ച് അതേ നാവ് കൊണ്ട് ചെറ്റേന്ന് വിളിക്കുന്നതിൽ മനസ്താപമുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ പാവം തോന്നിട്ട് കൊടുക്കും. അത് വീട്ടിൽ കൊണ്ട് കൊടുക്കും പാവം തോന്നിട്ട്. അങ്ങനെ സത്യം പറയണം. കട്ടിക്ക് അങ്ങോട്ട് ചോദിക്കേ. തമ്പുരാനെന്ന് വിളിച്ച നാവ് കൊണ്ട് ചെറ്റേന്ന് വിളിക്കുന്നതിൽ മനസ്താപമുണ്ട്. അപ്പനെന്ന് പേരുള്ള ചെറ്റെ താൻ ആരാടോ നാട്ടുരാജാവോ? തന്റെ കളരിയും മർമ്മവിദ്യയും കണ്ടവനാണ് ഞാന് അല്ല? സത്യവാ, സത്യം. ചികിത്സക്ക് പോയി. ശരി. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കരവുമിതോ, കാലമേ തളരുമിതനുദിനമെൻ മനസമനില പോയി. ഈ പാവം ജനങ്ങളോട് നടക്കും. ഞാൻ ആള് വേറെയാ. കളരിയും കൊടിയേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉത്സവം നടത്താൻ ഈ ജഗന്നാഥൻ അറിയാം. തൻ്റെ അറിയില്ല അപ്പൂപ്പൻ്റെ കുഴിമാടത്തിലോ വെച്ചിട്ടുള്ള തിരുവാഭരണപ്പെട്ടി, തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി, തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി താൻ എനിക്ക് കൊണ്ടുവന്ന് തരും. പുഴക്കരയിലെ വട്ടത്തറയിൽ തന്നെ ഞാൻ വരുത്തും. ഒന്നും പഠിച്ചിട്ടില്ല. ഇത് ഭയങ്കര ഉടായിപ്പാ. ആണോ? എന്നാ പോയി പഠിച്ചിട്ട് വാ. ഇതിൽ താൻ നാറിയ കളികൾ കളിക്കുന്ന എനിക്കറിയാം. പക്ഷെ ഞാൻ തന്നെ വരുത്തിക്കും. വരുത്തിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി വിടും. അത്രയും മതി തൽക്കാലം. പക്ഷെ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ കത്തിക്കുന്നു. കത്തിക്കത്തില്ല, ഉപദേശം കൊടുത്തു വിടും. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചക്ക് കൊളുത്തിട്ട് ജഗന്നാഥൻ ഈ മണ്ണ് വിട്ടിറങ്ങും. എന്നിട്ട് പോകും. ഞാൻ ഈ അവസാനം പറഞ്ഞ ഡയലോഗെങ്കിലും ഒന്ന് കട്ടിക്ക് പറയാം. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചക്ക് കൊളുത്തിയിട്ട് ജഗന്നാഥൻ ഈ മണ്ണ് വിട്ടു പോകും. അതൊന്ന് പറയാമോ? അത് പറയണം, അങ്ങോട്ട് നോക്കിട്ട് പറയണം. ഒന്നും നടന്നിട്ടില്ലെങ്കിൽ തന്നെ പച്ചക്ക് കത്തിച്ചിട്ട് ഈ മണ്ണ് വിട്ട് ജഗന്നാഥൻ പോകും. ഭഗവാൻ ആപ്കാ ഭലാ കരോ. ആയിക്കോട്ടെ. പാട്ട് പാടി തുടങ്ങാം. രണ്ടുപേരും. അപ്പൊ ചുമ്മാ നിറഞ്ഞു നോക്കിയതാ. അപ്പൊ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. ആദ്യം പേര് പറ. ദൃശ്യം എവിടെ നിന്ന് വരുന്നു? ദൃശ്യം കണ്ടായിരുന്നോ? കണ്ട്. അടുത്ത ദൃശ്യത്തിന് വെയിറ്റിംഗ് ആണ്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഒരു പാട്ട് പാടി തുടങ്ങാം. വടകരയിൽ നിന്ന് വരുന്ന ദൃശ്യ രണ്ടുപേരും പാടി തുടങ്ങാം. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൻ വീരമെന്നാരോ മയങ്ങി. അടിപൊളി അടിപൊളി അടിപൊളി. സംഗീതത്തോടുള്ള നിങ്ങളുടെ ഈ സമീപനം എന്നെ ലജ്ജിപ്പിക്കുന്നു. ഒന്ന് പിരിഞ്ഞു പോവാ എന്റെ മാഷേ, സമയം കുറെ ആയില്ലേ. ഇതിപ്പോ ഡയലോഗിലേക്ക് പോവാം. അത് മറന്നുപോയി. പാട്ട് പാടി പോവാം. 3, 2, 1 ആക്ഷൻ. തമ്പുരാൻ എന്ന് വിളിച്ച നാവ് കൊണ്ട് ഒരു മിനിറ്റ്. നീ ആർത്തി മൂത്ത് ഓസിൽ മോന്തിയിട്ട് ദൈവദോഷം പറയല്ലേട്ടാ. തമ്പുരാൻ എന്ന് വിളിച്ച നാവ് കൊണ്ട് ചെറ്റി എന്നതിന് വിളിക്കുന്നതിൽ മനസ്താപമുണ്ട്. എടോ അപ്പൻ എന്നു പേരുള്ള തേർഡ് ചെറ്റെ താൻ ആരാടോ? നാട്ടുരാജാവോ? തന്റെ കളരിയും മർമ്മവിദ്യകളൊക്കെ ഇവിടുത്തെ പാവം ജനങ്ങളോട് എടുക്കാൻ പറ്റും. ഞാൻ വേറെ ആളാണ്. നീ ഏതെങ്കിലും നിലപാടിലൊന്ന് ഉറച്ചിക്കോ. കളി ഒരുപാട് കണ്ടവനാ.
ഞാൻ. കൊടിയേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉത്സവം ഞാൻ നടത്തും. ജഗന്നാഥനെ അറിയാം. അപ്പൂപ്പന്റെ കുഴിമാടത്തിൽ എന്റെ പൊന്നുവായി നിങ്ങൾ കാര്യം പറ. തന്റെ അറയിലോ കുഴിമാടത്തിൽ തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിലോ വെച്ചിട്ടുള്ള തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി. തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിലോ വെച്ചിട്ടുള്ള ആമാദപ്പെട്ടി. ആമാദപ്പെട്ടിയോ? ആമാദത്തോടെ സന്തോഷിക്കുന്നു. അതിലുള്ള പെട്ടി തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി. തിരുവാഭരണത്തിന്റെ ആമാദപ്പെട്ടി. ആമാദമല്ല, ആമാടപ്പെട്ടി താൻ ഇവിടെ കൊണ്ടുവരും. പുഴക്കരയിലെ വട്ടത്തറയിൽ താൻ തന്നെ ഇവിടെ എത്തിക്കും. അതിനിടയിൽ താൻ തന്റെ നാറിയ കളികളൊക്കെ നടക്കുമെന്ന് എനിക്കറിയാം. പറഞ്ഞു. പക്ഷേ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചക്ക് തന്നെ കത്തിച്ച് അൽഫാമാക്കി എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചക്ക് കത്തിച്ചിട്ട് ഞാൻ ഇവിടെ നാട് വിടും. എന്താ പേര്? ഹീന. എവിടെയാണ് സ്ഥലം? മങ്കാവ്. പാട്ട് പാടും. 3, 2, 1 ആക്ഷൻ. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റ എന്ന് വിളിക്കുന്നതിൽ മനസ്താപമുണ്ട്. എടോ അപ്പൻ എന്ന പേരുള്ള തമ്പുരാൻ കോഴിക്കോട് വർഷം. എടോ അപ്പൻ എന്ന പേരുള്ള തേർഡ് റേറ്റ് ചെറ്റേ, താൻ ആരോടോ നാട്ടുരാജാവോ? തന്റെ കളരിയും മർമ്മവും വിദ്യവും തരികിട നമ്പറും എല്ലാം ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ അടുത്ത് നടക്കും. ഇത് ആള് വേറെയാണ്. കൊടിയേറ്റം നടത്തിയെങ്കിൽ ഉത്സവം നടത്താൻ ജഗന്നാഥൻ അറിയാം. തന്റെ അറിയലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിലോ തിരുഭരണത്തിലോ എനിക്കറിയൂല. തന്റെ അറിയലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിലോ വെച്ചിട്ടുള്ള തിരുവാഭരണത്തിന്റെ ആർമാടപ്പെട്ടി കൊണ്ടുവന്ന് തരുമ്പോ എനിക്കറിയൂല. എത്ര ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ ഈ പച്ചട്ട് അയ്യോ, ഈ കൊച്ചിനെല്ലാം അറിയാം. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ ഈ പച്ചക്ക് കൊളുത്തിട്ടിട്ട് ഈ മണ്ണ് വിട്ട് ജഗന്നാഥൻ പോകുള്ളൂ. ശരിയാണ്, മതി, ഇത്ര മതി. എന്താ പേര്? ഷംന. എവിടുന്ന് വരുന്നു? കൊടുവള്ളി. ഡയലോഗ് ഉത്തരം പഠിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിപ്പോ പെർഫോമൻസിലൂടെ അറിയാൻ പറ്റും. ഇല്ലാതൊന്നുമല്ല, പഠിക്കാൻ പറ്റും. പഠിച്ചിട്ടുണ്ട്. പറയൂ. ഇപ്പോ പറയില്ലേ? ശ്രമിക്കാം. അതാണ് ആ പവർ. തുടങ്ങാം. ആക്ഷൻ. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് ചെറ്റ എന്ന് വിളിക്കുന്നതിൽ മനസ്താപമുണ്ട്. എടോ അപ്പൻ എന്നു പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ, താൻ ആരാടോ നാട്ടുരാജാവോ? കളരിയും മർമ്മവിദ്യയും തൻ്റെ തരികിട നമ്പറുകളെല്ലാം ഇവിടത്തെ പാവപ്പെട്ട ജനങ്ങളോട് നടക്കും. ഇത് ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. കൊടിയേറ്റം നടത്തിയില്ലെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. കുറെ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. താനാണോ സർക്കസ് മാനേജരോ? തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിലോ ഉള്ള തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി താൻ ഇവിടെ കൊണ്ടുവരുത്തും. പുയക്കരയിലെ വട്ടത്തറയിൽ തന്നെ ഞാൻ വരുത്തും. അതിനിടയിൽ അറിയാവുന്ന നാറിയ കളികളൊക്കെ താൻ കളിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചക്ക് കൊളുത്തിയിട്ട് ഞാൻ ഈ നാട് വിട്ടു പോകും. നീ വിജയിക്കും. എവിടെ ചെന്നാലും വിജയിക്കും. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് ചെറ്റ എന്ന് വിളിക്കുന്നതിൽ മനസ്താപമുണ്ട്. എടോ അപ്പൻ എന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ, താൻ ആരാടോ നാട്ടുരാജാവോ? കളരിയും മർമ്മവിദ്യയും തൻ്റെ ചെറുകിട നമ്പറുകളെല്ലാം ഇവിടത്തെ പാവപ്പെട്ട ജനങ്ങളോട് നടക്കും. ഇത് ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. ഉത്സവം നടന്നില്ലെങ്കിൽ കൊടിയേറ്റം ജഗന്നാഥ നടത്തും. തൻ്റെ ഉത്സവം നടന്നില്ലെങ്കിലും കൊടിയേറ്റം നടത്തും. മോളെ കളി കൈവിട്ട് തുടങ്ങിയേ. എവിടം വരെ പോന്നു നോക്കട്ടെ. കൊടിയേറ്റം നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥ നടത്തും. തൻ്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിലോ ഉള്ള തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി താൻ ഇവിടെ കൊണ്ടുവരും.
പുയക്കരയിലെ വട്ടത്തറയിൽ താനിരിക്കും. എന്തിലെയാ? വട്ടത്തറയിൽ. എവിടത്തെയാ? പുയക്കരയിലെ. പുയയോ? പുയക്കരയിലെ വട്ടത്തറയിൽ തന്നെ കൊണ്ടുവരുത്തും. ഇതിനിടയിൽ പല നാറിയ കളികളും താൻ കളിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ച കൊളുത്തിയിട്ട് ജഗന്നാഥൻ ഈ മണ്ണു വിട്ടു പോകും. ഇങ്ങനെ വേണം പെൺകുട്ടികള്. എന്താ ഒരു തന്റേടം. കോഴിക്കോട്ട് എത്തിയിട്ട് തീർച്ചയായിട്ടും പറയാമല്ലോ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് പാടാണ്. പക്ഷേ ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കുകയാണേ. ഷംന, കമോൺ, ഇവിടെ വരൂ. ഷംന, ഹാപ്പി? സ്യൂത്തി പെർഫ്യൂംസ് വരുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. നിങ്ങളുടെ സുഗന്ധം മറ്റുള്ള ഹൃദയത്തിലൊരു സിഗ്നേച്ചറായി നിറയട്ടെ. അക്ഷയ്, കമോൺ, കയറി വരൂ. പെർഫ്യൂംസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ പേഴ്സണൽ ഫ്രാഗ്രൻസ് കിറ്റുമായിട്ട് റയാൻ ആദം പെർഫ്യൂംസ് തരുന്നൊരു ഗിഫ്റ്റ് ഉണ്ട്. അക്ഷയ്, കൺഗ്രാറ്റ്സ്. അടുത്തായിട്ട് ഞാൻ വിളിക്കുന്നു ഗായത്രി, കമോൺ, വരൂ. ഓക്കെ, മാസ് ഫ്രഷ്നസ് ടെൻഡർ കോക്കനട്ട് വാട്ടർ. ആർഡർ ഷുഗർ ഒന്നുമില്ല, അതുപോലെ തന്നെ ഒരു മായവും കലർത്തിയിട്ടില്ല. സ്വീകരിക്കൂ. കോഴിക്കോട് ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതാണ്ട് ചുണക്കുട്ടികളുടെ ഒരു പവർഫുൾ എക്സസൈസോട് നമ്മൾ കണ്ടു. അപ്പോൾ ഇത് നമുക്കിന്ന് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ അൽതാഫ്, സൈനിങ് ഔട്ട്.